പ്രിയരെ, നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ. നടനോപാസകനോട് ഒരുപാട് പേര് സന്ദേശമയച്ച് ചോദിക്കുകയാണ്, ഗുരുവിനെ പ്രതി എന്താണ് അധികമൊന്നും പറയാത്തത്? ഗുരുവിനെ പ്രതി പറയണം എന്ന് കരുതി കുറേ നാളായി. ഗുരു മഹാസാഗരം പോലെ ഇങ്ങനെ മുന്നിൽ നിറഞ്ഞു നിൽക്കുമ്പോൾ എവിടെ നിന്ന് തുടങ്ങണം, എവിടെ കൊണ്ട് അവസാനിപ്പിക്കണം എന്ന് അറിയാത്ത അവസ്ഥയായതുകൊണ്ടാണ് അല്പകാലമെങ്കിലും വൈകിയത്. ക്ഷമിക്കുക. ഇരുളിൽ തെളിയുന്നൊരു പൊൻതിരി ഗുരുനാഥൻ, ഇരുളിൽ തെളിയുന്നൊരു പൊൻതിരി ഗുരുനാഥൻ, കറയറ്റ വാത്സല്യനിധി ഗുരുനാഥൻ, കറയറ്റ വാത്സല്യനിധി ഗുരുനാഥൻ, വിജയത്തിൻ പണമുകളേറാൻ തലരാതുടലടിമുടിയാടാൻ, വിജയത്തിൻ പണമുകളേറാൻ തലരാതുടലടിമുടിയാടാൻ, ഗുരുദേവ തവ പദകമലം മനുനിമിഷം ശരണം ശരണം, ഗുരുദേവ തവ പദകമലം മനുനിമിഷം ശരണം ശരണം. നമ്മൾ ഗുരു എന്ന് ഓർക്കുമ്പോൾ തന്നെ ആദ്യമായി നമ്മുടെ മനസ്സിൽ ഓടി വരുന്ന മനോഹരമായ ഒരു ശ്ലോകമുണ്ട്. ഗുരുർ ബ്രഹ്മ, ഗുരുർ വിഷ്ണു, ഗുരുർ ദേവോ മഹേശ്വര, ഗുരു സാക്ഷാത് പരബ്രഹ്മ, തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഇവിടുന്ന് തുടങ്ങാമെന്ന് കരുതുന്നു. എല്ലാവരും നൃത്തം ചെയ്യുന്നവരും സംഗീതം ആലപിക്കുന്നവരും അല്ലാത്തവരും ഒക്കെ കേട്ട് പരിചയമുള്ള ഒരു ശ്ലോകമാണ് ഗുരുർ ബ്രഹ്മ. അപ്പോൾ എങ്ങനെയാണ് ഈ ശ്ലോകം നാം മനസ്സിലാക്കേണ്ടത്? നടനോപാസകന്റെ ഗുരു നടനോപാസകന് പകർന്നു തന്ന ആ ചെറിയ വലിയ അറിവ് നിങ്ങൾക്കായി സമർപ്പിക്കുകയാണ്. സ്വീകരിച്ചാൽ. ഗുരുർ ബ്രഹ്മ, ഗുരു ബ്രഹ്മാവാകുന്നു. ഗുരു വിഷ്ണു, ഗുരു വിഷ്ണുവാകുന്നു. ഗുരു ദേവോ മഹേശ്വര, ഗുരു മഹേശ്വരനാകുന്നു. ഗുരു സാക്ഷാത് പരബ്രഹ്മ, സാക്ഷാൽ പരബ്രഹ്മം ഗുരു തന്നെയാകുന്നു. തസ്മൈ ശ്രീ ഗുരവേ നമഃ. അങ്ങനെയുള്ള ഗുരുവിനെ നമസ്കരിക്കുന്നു. ഗുരു ബ്രഹ്മാവാകുന്നു. ബ്രഹ്മാവ് എങ്ങനെയാണ്? 4 മുഖങ്ങളുണ്ട് ബ്രഹ്മാവിന്. കയ്യിൽ വേദങ്ങളും ജപമാലയും പിടിച്ചിരിക്കുന്നു. താമരയിൽ ഉപവിഷ്ടനായിരിക്കുന്നു. ദീക്ഷ ഉണ്ട്. അങ്ങനെയാണ് ചിത്രീകരിച്ച് നമ്മൾ കാണുന്നത്. നമ്മൾ ഗുരുവായി കാണുന്ന ആൾക്ക് 4 മുഖങ്ങളുണ്ടോ? കയ്യിൽ വേദങ്ങളും ജപമാലയും പിടിച്ചിട്ടാണോ ഗുരുവായി കാണുന്നവർ ഇരിക്കുന്നത്? എല്ലാ ഗുരുക്കന്മാർക്കും ദീക്ഷയുണ്ടോ? ഗുരു താമരയിൽ ഇരിക്കുന്നുണ്ടോ? ചിലതെല്ലാം ഉണ്ടാകാം, ചിലതെല്ലാം ഇല്ലാതാകാം. പക്ഷേ ഇവിടെ നമ്മൾ നിശ്ചയിച്ച് പറഞ്ഞിരിക്കുകയാണ് ഗുരു ബ്രഹ്മാവാണെന്ന്. അപ്പൊ എങ്ങനെയാണ് ഗുരു ബ്രഹ്മാവാകുന്നത്? അടുത്തത് ഗുരു വിഷ്ണു. അനന്തന്റെ മേലെ ഗുരു കിടക്കുന്നുണ്ടോ? ശംഖ്, ചക്രം, ഗദ, പത്മം ഇതെല്ലാം ഗുരു സദാ കയ്യിലേന്തി നടക്കുന്നുണ്ടോ? കനകക്കിരീടം അണിഞ്ഞിട്ടുണ്ടോ? വനമാല ധരിച്ചിട്ടുണ്ടോ? ഇല്ല എന്ന് തന്നെ പറയേണ്ടി വരും. അപ്പോൾ എങ്ങനെയാണ് ഗുരു വിഷ്ണുവാകുന്നത്? ഗുരുദേവോ മഹേശ്വര, ഗുരു സാക്ഷാൽ മഹേശ്വരനാണെന്നാണ് പറയുന്നത്. പരമശിവൻ, പരമശിവന്റെ രൂപം ഗുരുവിനെ എന്ത് വെച്ചാലും ഒന്ന് ആലോചിച്ച് നോക്കൂ.
ജടമുടി നീട്ടി വളർത്തി മേലാകെ ഭസ്മം പൂശി 3 കണ്ണ് ഗുരുവിനുണ്ടോ? ഉണ്ടായിരിക്കാം. സർപ്പങ്ങളെ ഗുരു കഴുത്തിൽ അണിയുന്നുണ്ടോ? പിന്നെ തൃശൂലം, ഉടുക്ക്, അഗ്നിപാത്രം, പിന്നെ പരമശിവന്റെ നൃത്തം ആടിക്കൊണ്ടിരിക്കുന്നുണ്ടോ ഗുരു? അപ്പൊ എങ്ങനെയാണ് ഗുരു ബ്രഹ്മാവും വിഷ്ണുവും ശിവനുമാകുന്നത്? ഇത് വാക്യാർത്ഥമാണ്. ഇതിന്റെ അന്തരാർത്ഥത്തിലേക്ക് നമുക്കൊന്ന് കടന്നു ചെല്ലാം. ബ്രഹ്മാവ് എന്നാൽ സൃഷ്ടികർത്താവാണ്, സൃഷ്ടി നടത്തുന്ന ആൾ. നടനോപാസകൻ കലയുമായി ബന്ധപ്പെട്ട ഒരാളായതുകൊണ്ട് കലയുമായി ബന്ധപ്പെടുത്തി സംസാരിക്കാനായി ശ്രമിക്കാം. അതായത് ഒരു നടന ഗുരു ആളുടെ മുന്നിലേക്ക് ഒരു വിദ്യാർത്ഥി, അതായത് ശിഷ്യയാവാനായിട്ട് കൊതിയോടെ ഒരു കുട്ടി വരികയാണ്. ദക്ഷിണ സമർപ്പിച്ചു, കാല് തൊട്ട് നമസ്കരിച്ചു. ഈ ഒരു സംഗീത ഗുരുവിൻ്റെ അടുത്തേക്കായാലും അപ്പോൾ ആ കുട്ടിയുടെ ശരീരം സാധാരണ ഒരു ശരീരമാണ്. അതിൽ നടന ഗുരു നൃത്തത്തിൻ്റെ വിവിധങ്ങളായ നിലകൾ, അരമണ്ഡലം, മുഴുമണ്ഡലം, മുക്കാൽ മണ്ഡലം, അങ്ങനെ വിവിധങ്ങളായ നിലകൾ, മുദ്രകൾ, പതാക, തൃപ്പതാക, അർദ്ധപതാക, കർത്തരി, മുഖം തുടങ്ങി അഞ്ജലി, കപോതം, കർക്കിടകം, സ്വസ്തികം, അങ്ങനെ മുദ്രകൾ എല്ലാം അലിയിച്ച് ചേർക്കാണ്. സാധാരണ ശരീരത്തിൽ നിന്നും സൗഷ്ഠവമുള്ള ഒരു ശരീരത്തിലേക്ക് മാറ്റിയെടുക്കാണ്. സൗഷ്ഠവം എന്ന് പറഞ്ഞാൽ കടി കർണസമായത്ര ഊർപ്രാംശ ശിരസ്തത സമുന്നത മുരച്ചൈവ സൗഷ്ഠവം നാമ തദ്ഭവേത്. ഒരു നർത്തകി നിൽക്കുന്നത് തന്നെ നിവർന്ന് തല ഉയർത്തി നെഞ്ചുയർത്തി ആ ശരീരഘടനയുടെ ഏറ്റവും സൗന്ദര്യം കാണിച്ചുകൊണ്ടാണ്. ഭംഗങ്ങൾ അലിയിച്ച് ചേർക്കുന്നുണ്ട്. വിവിധ ഭാവങ്ങൾ, അതായത് അനുഭവം മാത്രമുള്ള ആ കുട്ടിക്ക് അഭിനയം എന്താണെന്ന് പറഞ്ഞു കൊടുക്കാൻ, നവരസങ്ങളിലേക്ക് കടക്കാൻ, ശൃംഗാരം, ഹാസ്യം, കരുണം, രൗദ്രം, വീര്യം, ഭയാനകം, ബീഭത്സം, അത്ഭുതം, ശാന്തം എല്ലാത്തിലേക്കും കടത്തി അങ്ങനെ ഒരു സാധാരണ ശരീരമുള്ള, സാധാരണ ചലനങ്ങളുള്ള ഒരു കുട്ടിയിൽ നർത്തകിയെ സൃഷ്ടിച്ചെടുക്കാൻ, അവിടെ സൃഷ്ടി നടക്കാൻ. സൃഷ്ടി എന്ന് പറയുന്നത് ബ്രഹ്മദേവന്റെ കർമ്മമാകുന്നു. അതായത് ഒന്നുകൂടി വ്യക്തമായി പറയുകയാണെങ്കിൽ ഒരു കുട്ടിയുടെ ശരീരം അത് മാതാവിനാലും പിതാവിനാലും സൃഷ്ടിക്കപ്പെട്ടതാണ്. പക്ഷേ ഒരു കുട്ടിയിൽ ഒരു നൃത്തശരീരം ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അത് ഒരു നടന ഗുരുവിനാൽ സൃഷ്ടിക്കപ്പെട്ടതാണ്. ആ നർത്തകി ഗുരുവിന് സ്വന്തമാണ്. ആ കുട്ടി അച്ഛനും അമ്മയ്ക്കും സ്വന്തമാണ്. അങ്ങനെ സാധാരണ ശരീരത്തിൽ സൃഷ്ടി നടത്തി നർത്തകിയെ പുതിയതായി രൂപപ്പെടുത്തി ലോകത്തിന് നൽകുമ്പോഴാണ് ആ ഗുരു ബ്രഹ്മാവിൻ്റെ സ്ഥാനത്തെത്തുന്നത്. ഗുരു വിഷ്ണു, അടുത്തത് വിഷ്ണുദേവനാവാൻ. വിഷ്ണു ഭഗവാൻ പരിപാലനത്തിൻ്റെ, സ്ഥിതിയുടെ ദേവനാണ്. ഒരു നർത്തകിയെ സൃഷ്ടിച്ചാൽ മാത്രം പോരാ, ആ നർത്തകിയെ വളർത്തിക്കൊണ്ടു വരണം. ആ നർത്തകിക്ക് വേണ്ടുന്ന അവസരങ്ങൾ നേടിക്കൊടുക്കണം, അംഗീകാരങ്ങൾ നേടിക്കൊടുക്കണം. ആ നർത്തകിയെ അല്ലെങ്കിൽ നർത്തകനെ ലോകത്തിന് പരിചയപ്പെടുത്തി കൊടുക്കണം. അങ്ങനെ ആ നർത്തകി സമൂഹത്തിൽ പ്രമുഖ സ്ഥാനം വഹിക്കുന്ന തരത്തിൽ അവളെ മാറ്റിയെടുക്കണം, അവളെ അല്ലെങ്കിൽ അവനെ മാറ്റിയെടുക്കണം.
അവിടെ വളരെ ശ്രദ്ധയോടെയാണ്, ഒട്ടും പാഴാകാതെ ഗുരു ആ വളർച്ചയുടെ ഘട്ടം പരിപാലിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരു ചെടി നട്ട് നനച്ച് വളർത്തുന്നത് പോലെ, മരമാക്കുന്നത് പോലെ ഒരു നർത്തകിയെ സൃഷ്ടിച്ച് വേണ്ടുന്ന കാര്യങ്ങൾ വേണ്ട സമയത്ത് നൽകി വളർത്തിക്കൊണ്ടുവരുമ്പോഴാണ് ഗുരു വിഷ്ണുവാകുന്നത്. അടുത്തത് സംഹാരം. സംഹാരം എന്ന് പറയുമ്പോൾ ഇനിയിപ്പോ നർത്തകിയെ കൊല്ലുന്നതാണോ എന്ന് ധരിക്കരുത്. ഉണ്ട്, സംഹാരം നടക്കുന്നുണ്ട്. ഈ വളർച്ചയുടെ വിവിധ ഘട്ടങ്ങളിൽ നമ്മുടെ വിദ്യാർത്ഥിക്ക് അല്ലെങ്കിൽ ശിഷ്യക്ക് അല്ലെങ്കിൽ ശിഷ്യർക്ക് അഹമതി ഉണ്ടാകാം, ഗർവുണ്ടാകാം, അസൂയ ഉണ്ടാകാം, കുശുമ്പുണ്ടാകാം. അങ്ങനെ ആവശ്യമില്ലാത്ത ഒരുപാട് ഘടകങ്ങൾ അവരുടെ മനസ്സിലും ചിന്തയിലും വന്നുപെടാം. ആവശ്യമില്ലാത്തതിനെയെല്ലാം സംഹരിച്ച് ആവശ്യമുള്ളതിനെ മാത്രം നിലനിർത്തി നമ്മുടെ മോഹങ്ങളെ എല്ലാം പൂർത്തീകരിച്ച് ഇനിയൊരു ജന്മമില്ലാത്ത വിധം ഭഗവത്പാദങ്ങളിൽ എത്തിക്കാനായി ശ്രമിക്കുമ്പോഴാണ്, അതായത് മോക്ഷം നൽകുന്ന അവസ്ഥയിലേക്ക് കൂടി എത്തിക്കാനായി കഴിയുമ്പോഴാണ് ഗുരു പരമേശ്വരനുമാകുന്നത്. നമുക്ക് ജന്മം തന്ന് നമ്മളെ വളർത്തി നമ്മളെ മോക്ഷപ്രാപ്തിയിലേക്ക് എത്തിക്കുന്ന ആ ഗുരു, സദ്ഗുരു, അദ്ദേഹത്തെ പരബ്രഹ്മമായി കാണുന്നതിൽ എന്ത് തെറ്റാണുള്ളത്? ആ ഗുരു പരബ്രഹ്മം തന്നെയാണ്. ഇങ്ങനെയൊക്കെ ചെയ്യുന്നവരായിരിക്കണം ഗുരുക്കന്മാർ. അങ്ങനെയാണെങ്കിലേ ആ ഗുരു പരബ്രഹ്മമാകുന്നുള്ളൂ. അല്ലാതെ പഠിക്കുക അല്ലെങ്കിൽ പഠിപ്പിക്കുക, അതിനുള്ള പണം വാങ്ങാം, പൊയ്ക്കോളാൻ പറയാം, അത് വേതനത്തിന് ജോലി ചെയ്യുന്നു എന്നേ കരുതാനാകും. അവരെ നമുക്ക് അധ്യാപകരായി കണക്കാക്കാം. അധ്യാപകരും ഗുരുവും ഒന്നല്ല, രണ്ടാണ്, പല വിധത്തിലുണ്ട്. അതിനെപ്പറ്റി മറ്റൊരവസരത്തിൽ പൂർണ്ണമായും സംസാരിക്കാൻ ശ്രമിക്കാം. ഗുരുവാകണമെങ്കിൽ ഇത്ര കാര്യങ്ങളെങ്കിലും ചെയ്യണം. ഇത്ര കാര്യങ്ങളെങ്കിലും ചെയ്യുന്ന ആളെ ഗുരുവായി കണക്കാക്കാനായി സാധിക്കുള്ളൂ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഗുരുവും ചെയ്യേണ്ടതുണ്ട്, ശിഷ്യരും ചെയ്യേണ്ടതുണ്ട്. ഇപ്പോൾ അധ്യാപകരായി ഇരിക്കുന്നവർക്ക് ഗുരുക്കന്മാരായി മാറാൻ സാധിക്കട്ടെ. ഇപ്പോൾ വിദ്യാർത്ഥികളായി ഇരിക്കുന്നവർക്ക് ശിഷ്യരാകാൻ സാധിക്കട്ടെ. ഗുരുവും ശിഷ്യരും ചേർന്ന് ജ്ഞാനം പങ്കുവെച്ച് ഈ ലോകം മുഴുവൻ ആനന്ദം കൊണ്ട് ആറാടട്ടെ. ഗുരു പറഞ്ഞു തന്ന എളിയ അറിവ് നിങ്ങളുമായി പങ്കുവെച്ച് ഇന്നത്തേക്ക് യാത്രയാകുന്നു. നിങ്ങളുടെ സ്വന്തം നടനോപാസകൻ കണ്ണൻ.